എടേ, അവര് കല്യാണത്തിന് താല്പര്യം ഇല്ലാന്ന് വിളിച്ചു പറഞ്ഞു. അതെന്താ? ചെക്കനെ പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല എന്നാ പറഞ്ഞേന്ന്. പിന്നെ ചെറുക്കനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൃഥ്വിരാജല്ലേ. ദൈവമേ, പെണ്ണിനെ ചെറുക്കനെ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേൾക്കാൻ ഒരു രസം ഉണ്ടായിരുന്നു. ഇപ്പൊ ചെറുക്കൻ പെണ്ണിനെ കണ്ടിട്ട് പോയിട്ട് ഇഷ്ടമില്ലാന്ന് വിളിച്ചു പറയുമ്പോ എന്തൊരു കഷ്ടമാ അത്. ആ പെണ്ണാണെങ്കിൽ കല്യാണം ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒറ്റക്കാലേ നിൽക്കുവായിരുന്നു. ഞാനാണ് അതിനെ നിർബന്ധിച്ചത് കല്യാണത്തിന് ഇപ്പൊ സമ്മതിപ്പിച്ചത്. അവക്കിപ്പോ ജോലിയായിട്ട് മതി എന്നോട് അന്നേ പറഞ്ഞതായിരുന്നേ. ഇനിയിപ്പൊ ആ പെണ്ണിനോട് എന്ത് പോയി പറയുമെന്ന് ഓർത്തിട്ടാ. ഇതിപ്പോ ചെറുക്കൻ കണ്ടു പോയ പിന്നെ പെണ്ണിന് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ചെറുക്കനെ പെണ്ണിനെ അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പൊ അവക്ക് ഭയങ്കര ഒരു സന്തോഷമൊക്കെ ആയിരുന്നു. കല്യാണത്തിന് സമ്മതം പറയുകയും ചെയ്തത്. ശോ, അവരിങ്ങനെ വിളിച്ചു പറയുന്നപ്പോ ഞാൻ ഓർത്തില്ലല്ലോ. അതിന് മാത്രം എന്ത് കുറവാ അവക്കുള്ളത്? അങ്ങനെ പിന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് വിളിച്ചു പറയാൻ വേണ്ടിട്ട് മാത്രം. സ്വർണം പണം ഒക്കെ ആയിട്ട് നമ്മൾ അവളുടെ പേരിൽ കുറെ കൊണ്ട് ബാങ്കിൽ ഇട്ടിട്ടുമുണ്ട്. അതൊക്കെ കൊടുക്കാന്നും പറഞ്ഞതല്ലേ. ആ, ഏതായാലും നീ മോളോടൊന്ന് പറഞ്ഞേ, എന്തായാലും പ്രതീക്ഷിക്കണ്ടല്ലോ. ഉം ഞാനിതിപ്പോ എങ്ങനെ പറയൂന്ന് ഓർത്തിട്ട് എനിക്ക്. പാവം കൊച്ചു. ഇത്തിരി അങ്ങനെ കൊച്ചിനങ്ങ് ഇഷ്ടപ്പെട്ടു പോയായിരുന്നു ചെറുക്കന്. അമ്മയോട് ഞാൻ അപ്പളേ പറഞ്ഞതാണ് എനിക്കിപ്പോ കല്യാണം വേണ്ട, എനിക്കിപ്പോ കല്യാണം വേണ്ടാന്ന്. എന്നിട്ട് പഠിച്ചുകൊണ്ടിരുന്ന എന്നെ സാരിയും ചുറ്റി അണിയിച്ചൊരുക്കിട്ട് ആ വന്നവരുടെ എല്ലാം മുന്നിൽ അമ്മ നിർത്തി. എന്നിട്ട് ഇപ്പൊ ഞാൻ നാളെ കണ്ടപ്പോ അമ്മയ്ക്ക് സമാധാനമായല്ലോ. ചുരിദാർ ഇടാന്ന് പറഞ്ഞപ്പോ അമ്മയ്ക്ക് അത് പോരാ, സാരി തന്നെ കൊടുക്കണം. എന്നിട്ട് അതും പോരാഞ്ഞിട്ട് അമ്മ അപ്പുറത്തെ വീട്ടിലെ ചേച്ചീനെ കൊണ്ട് മുല്ലപ്പൂ മേടിപ്പിച്ച് അതും കൂടി എന്റെ തലയിൽ വെച്ചു. ഇപ്പൊ നാട്ടുകാർ മൊത്തം അറിയുകയും ചെയ്ത്, ഞാൻ എല്ലാവരുടെ മുമ്പിൽ ഇപ്പൊ കോമാളി ആകുകയും ചെയ്തു. ഓ, അവൻ ആരാന്ന് അവന്റെ വിചാരം? അവനങ്ങനെ വലിയ സൗന്ദര്യമൊന്നുമില്ല, കളറില്ലെന്നുള്ളതാ പോട്ടെ, മുഖത്തോട്ട് നോക്കി ഒരു ഐശ്വര്യം വേണല്ലോ. എന്തിനു കൊള്ളാം. എന്നിട്ട് വലിയ ഋത്തിക് റോഷനാണ് അവന്റെ വിചാരം. എനിക്ക് അവനെ അപ്പളെ ഇഷ്ടപ്പെട്ടൊന്നും ഇല്ല. പിന്നെ കുറെ പേരുടെ മുമ്പിൽ പോയിട്ട് ഈ സാരി ചുറ്റി അണിഞ്ഞൊരുങ്ങി നിക്കണ്ടേ, അത് വിചാരിച്ചിട്ട് ഞാൻ ഇഷ്ടമായി എന്ന് പറഞ്ഞതേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഇല്ലായിരുന്നു. അമ്മ എന്താ ഇപ്പൊ ആലോചിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനൊന്നും ചിന്തിച്ചില്ലടി മോളെ. കിട്ടാത്ത മുന്തിരി പുളിക്കുന്നല്ലേ അമ്മ ആലോചിച്ചത്. അമ്മയുടെ മോൻ കണ്ട എനിക്ക് മനസ്സിലാവും അമ്മ എന്താ വിചാരിക്കുന്നതെന്ന്. ഞാനേ അങ്ങനെ കെട്ടാൻ മുട്ടി നിൽക്കുകയൊന്നുമല്ല. കല്യാണത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. പിന്നെ അമ്മ അത്രയും നിർബന്ധിച്ചുകൊണ്ടാണ് അവരുടെ മുന്നിൽ ഞാൻ പോയി നിന്നത്. അത് അമ്മയ്ക്കും അച്ഛനും വേണ്ടിയിട്ട് മാത്രം, അല്ലാണ്ട് എനിക്ക് ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമല്ല. ഈ പെണ്ണിന് തന്നെ വട്ടായി പോയോ? ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. എനിക്ക് ഒരു വിഷമവും ഇല്ല, എനിക്ക് ഒട്ടും വിഷമവും ഇല്ല. ഞാനെന്തിനാ വിഷമിക്കുന്നത്? ഹോ, ആ, അത് വിട് മോളെ, നമുക്കിനി വേറെ ആലോചിക്കാം. അത് തന്നെ. എടി മോളെ, അവന് വല്ലയിടത്തും വല്ല പ്രേമോ എന്തെങ്കിലും കാണും. ഇപ്പൊ അച്ഛനും അമ്മയും നിർബന്ധിച്ചിട്ടായിരിക്കും ഈ പെണ്ണ് കാണാൻ വേണ്ടിയിട്ടൊക്കെ വന്നിട്ടുണ്ടാവുക. അല്ലെങ്കിൽ എന്റെ മോളെ ആർക്കെങ്കിലും ഇഷ്ടപ്പെടാതിരിക്കുവോ? അല്ല ചേട്ടാ? ആ, അത് ആ, തന്നെ. എന്നെ പറിച്ചു വെച്ച പോലെയല്ലേ അവൾ ഇരിക്കുന്നത്. എന്റെ അതേ സൗന്ദര്യം അവൾക്ക് കിട്ടിയേക്കുന്നത്. എന്നിട്ട് അവൻ ചെറുക്കന് ഇഷ്ടപ്പെട്ടില്ലെന്ന്. ഇത് അത് തന്നെ, അവൻ എവിടെ വല്ല പ്രേമോ എന്തെങ്കിലും കാണുന്നേ. നമുക്ക് വേറെ നോക്കാം, ഇവ മാത്രമേ ഉള്ളോ ചെറുക്കന്മാരായിട്ട്? അല്ല, അവൻ എന്റെ ഫോട്ടോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടല്ലേ കാണാൻ വന്നത്. ഇഷ്ടമില്ലെങ്കിൽ ഫോട്ടോ കണ്ടപ്പോ തന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞുകൂടായിരുന്നോ? പിന്നെ എന്തിനാ കാണാൻ വന്നത്? ഫോട്ടോ ഇരിക്കുന്ന പോലെ തന്നെയല്ലേ ഞാൻ നേരിട്ടും, അല്ലേ അച്ഛാ? ആ, അതേലോ. ആ, പിന്നെ എന്തിനാ കാണാൻ വന്നേ? എന്നെ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടിട്ട്. ഇത് എന്തായാലും വിളിച്ച് ചോദിച്ചിട്ടുള്ളൂ ബാക്കി കാര്യം. ഞാൻ എന്തായാലും വിളിച്ച് ചോദിക്കാൻ പോവാ. അങ്ങനെ വിട്ടാ പറ്റൂലല്ലോ. എടി മോളെ, നാണക്കേട്. നീ വിളിച്ച് ചോദിക്കൊന്നും വേണ്ട. അവന് ഇഷ്ടപ്പെട്ടില്ല എന്നല്ലേ വിളിച്ചു പറയുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് എന്താ ചോദിക്കാനിരിക്കുന്നത്? അമ്മ ഒന്നും പറയണ്ട. അമ്മ പറയുന്ന കേട്ടിട്ടില്ല ഞാൻ ഒരുങ്ങി കെട്ടി അവരുടെ മുന്നിൽ നിന്നത്. ഇതെനിക്ക് വിളിച്ചു ചോദിച്ചിട്ട് അറിഞ്ഞാൽ പറ്റത്തുള്ളൂ. കാരണം എന്താന്ന് എനിക്ക് അറിയണല്ലോ. ആഹാ, ആ പെണ്ണ് ഫോൺ വിളിച്ചിട്ട് അതും ഇതൊക്കെ പറയും. ഭയങ്കര എടുത്തുചാട്ടം അതിന്. നിങ്ങളൊന്ന് അങ്ങോട്ട് ചെന്നേ. ആ, ചെല്ലാം. എനിക്ക് എന്ത് കുറവുണ്ടായിട്ടാ നീ എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞത്? എന്ത് കുറവുണ്ടായിട്ടാ? നിങ്ങൾ എന്നെ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്? എന്റെ ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടല്ലേ ഇങ്ങോട്ട് വന്നതെന്ന്. പിന്നെ ഞാനിപ്പോ വിളിച്ചത് നിന്നെ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പിന്നെ അമ്മയും അച്ഛനും കൂടെ നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് ബ്രോക്കറോട് പറഞ്ഞത്. അതൊന്ന് പറയാൻ വേണ്ടിട്ടാ ഇപ്പൊ വിളിച്ചത്, കേട്ടാ? ആ, ഇടി കൊച്ചേ, അമ്മായി വരുന്നുണ്ട്, അമ്മായി. ആ, നാശം പിടിച്ച തള്ള ഇപ്പൊ എന്ത് കാണാനാ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? എനിക്ക് അവരെ കാണുന്നത് എന്റെ പെരുവരിൽ നിന്ന് അരിച്ചിങ്ങോട്ട് കയറും ദേഷ്യം. എന്റെ പൊന്നുകൊച്ചേ, നിന്റെ വായെന്ന് അടച്ചു വെക്ക്. ഇങ്ങോട്ട് എഴുന്നേറ്റ് വായെന്നിട്ട്. എന്തിനാ വരുന്നതെന്ന് ഇപ്പൊ ആർക്കറിയാം. എനിക്കൊന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്നല്ലേ? എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്നല്ലേ? സുഖല്ലേ ചേച്ചി? എന്തുണ്ട് വിശേഷം? സുഖമാണോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഓരോരോ അസുഖങ്ങളാ. ഇപ്പൊ കണ്ണിന്റെ പ്രശ്നമാണ് വല്ലാത്തൊരു പ്രശ്നം. കണ്ണ് തീരെ അങ്ങോട്ട് പിടിക്കാണ്ടായി. ഒരുപാട് ആശുപത്രികളിലൊക്കെ കാണിച്ചു നോക്കി. പിന്നെ ബാത്റൂമിലൊക്കെ ഒന്ന് രാത്രിക്കൊക്കെ പോണെങ്കിൽ ആ വലിയ പാടായി. കണ്ണ് തിരിയാതെ എവിടെയെങ്കിലും പോയി വീണ് കിടന്നാലും പിള്ളേർക്കല്ലേ പാട്. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു ആശുപത്രി വന്നപ്പോഴല്ലേ ഗിരിജമ്മേനെ കണ്ട അപ്പുറത്തെ. അപ്പൊ ഗിരിജമ്മ പറഞ്ഞു ഇവിടെ പെണ്ണിനെ കാണാൻ വേണ്ടിട്ട് ഒരു ചെറുക്കൻ വന്നെന്ന്. ഒരു ചെറുക്കനൊക്കെ കാണാൻ വരുമ്പോ ബന്ധുക്കളോടൊക്കെ പറയേണ്ട ഒരു മര്യാദയില്ല, ഒരു വാക്ക് ഇപ്പൊ പറയണ്ടേ?
ഇപ്പൊ രാജൻ പറഞ്ഞില്ലെങ്കിലും അവനോട് പറഞ്ഞ് പറയിപ്പിക്കേണ്ടത് നീയാ. അവക്ക് നിങ്ങക്ക് ഒരു മോളല്ലേ ഉള്ളൂ, ഞങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. ഒരു വാക്ക് പറയണായിരുന്നു. ഇപ്പൊ വല്ലവരും പറഞ്ഞിട്ടാ ഞങ്ങൾ അറിയണ്ടേ? അത് പിന്നെ ഇപ്പൊ ഇത് നടക്കൂ ഇല്ലേന്നൊന്നും അറിയത്തില്ലല്ലോ. എനിക്കിപ്പോ പെൺപിള്ളേരുള്ള വീട്ടിലൊക്കെ പെണ്ണ് കാണാനെന്നും പറഞ്ഞിട്ട് എത്ര പേര് വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് എങ്ങനെയാന്ന് അറിയത്തില്ലല്ലോ. അപ്പൊ ഇഷ്ടപ്പെടുകയൊക്കെ ആണെങ്കിൽ എല്ലാവരോടും പറയാന്ന് വെച്ചിട്ട് ആരോടും പറഞ്ഞില്ല. ഞാനും ചേട്ടനും കൊച്ചും മാത്രം ഉണ്ടായിരുന്നല്ലോ ഇവിടെ. എന്റെ വീട്ടിൽ നിന്ന് എവിടുന്നും ആരും ഇല്ലായിരുന്നു. ഉം എന്നിട്ട് എന്തായി? ചെറുക്കൻ വീട്ടുകാർ എന്ത് പറഞ്ഞു? കല്യാണം ഉടനെ വെക്കാൻ വല്ല തീരുമാനം ഉണ്ടോ? അത് പിന്നെ മോക്ക് തീരെ ഇഷ്ടായില്ലേ ചെറുക്കനെ. ചെറുക്കനെ കാണാനൊന്നും ഒരു മെനയൊന്നും ഇല്ല. അതുകൊണ്ട് പിന്നെ അവക്ക് കണ്ടതേ ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങള് പിന്നെ ഇഷ്ടപ്പെട്ടില്ല എന്നങ്ങ് വിളിച്ചു പറഞ്ഞു. ഓ ഇതേ വന്നല്ലോ. ഇവളാരാ അതിന് രാജകുമാരിയോ? ഈ ചെറുക്കനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാൻ വേണ്ടി. ഗിരിജമ്മ പറഞ്ഞല്ലോ നല്ല ജോലിക്കാരൻ ചെറുക്കനാന്ന്. പിന്നെ ചെറുക്കന്റെ സൗന്ദര്യം നോക്കിയിട്ടാ കെട്ടേണ്ടത്. കുടുംബമഹിമയും ജോലിയൊക്കെ നോക്കിയിട്ടാ പെൺപിള്ളേരൊക്കെ കല്യാണം കഴിക്കേണ്ടത്. അല്ലാണ്ട് സൗന്ദര്യം നോക്കിയിട്ടാണോ? അതിന് മാത്രം നിനക്കെന്ത് സൗന്ദര്യം ഉള്ളത്? ആ ചേച്ചി എപ്പോഴാ വന്നേ? രാജ, നീ എവിടെയാ പോയേ? ഞാൻ പറമ്പിലൊന്ന് പോയിട്ട് വന്നതാ. ഉം ഞാൻ നിന്റെ മകളെ കാണാൻ വേണ്ടിട്ട് ഒരു വീട്ടിൽ വന്നെന്ന് പറഞ്ഞിട്ട് അത് അറിഞ്ഞിട്ട് വന്നതാ. ഗിരിജമ്മ എന്നോട് പറഞ്ഞത്. നിങ്ങളാരും വിളിച്ചു പറയൊന്നുമില്ലല്ലോ. അത് ചെറുക്കൻ വീട്ടുകാർക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല ചേച്ചി. അത് നടക്കൂല. ചേച്ചി വേറെന്തേലും ഉണ്ടെങ്കിൽ പറ കേട്ടോ. അപ്പൊ അതാണ് കാര്യം. പെണ്ണിനെ ചെറുക്കൻ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല, ചെറുക്കന് ഇഷ്ടപ്പെട്ടില്ല. ആ, എങ്ങനെ ഇഷ്ടപ്പെടാൻ വേണ്ടിട്ടാ? അമ്മാതിരി കളിയല്ലേ ഇവള് കളിക്കുന്നത്. നമ്മുടെ ആ സുമതി ചേച്ചിയുടെ കല്യാണത്തിന് വന്നപ്പം എന്തായിരുന്നു ആ സ്റ്റേജിൽ കിടന്ന് തുള്ളല്. എന്റെ ദൈവമേ, സാരി ഉടുത്തിട്ട് കുറെ പെമ്പിള്ളാര് കിടന്നിട്ട് പിന്നെ ബാധ ഇളകിയ പോലെയാ കിടന്ന് തുള്ളുന്നത്. ആ വയറും മൊത്തം കാണിച്ചിട്ട് ഇത് കാണുന്ന നാട്ടുകാർ ഇഷ്ടം പോലെ ഉണ്ട്. പല സ്ഥലത്തും കിടക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ മനുഷ്യന്മാര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരു ഫോട്ടോയോ മറ്റോ കണ്ട് ഈ പെണ്ണിനെ ഒന്ന് കണ്ടിട്ട് ഒരാള് പറഞ്ഞാൽ മതിയോ? ഏത് നാട്ടിൽ ചെന്നാലും നമ്മൾക്ക് അറിയാവുന്ന ഒരാളെ അവിടെ കാണാം. അതായത് മനുഷ്യന്മാർ തമ്മിലൊരു ബന്ധം എന്ന് പറയുന്നത്. ഈ പെൺപിള്ളാരോട് അതാണ് അവിടെ ഇവിടെ കിടന്നിട്ട് ഈ തുള്ളരുത്, നാട്ടുകാരെ കൊണ്ട് പറയിക്കരുതെന്ന് പറയുന്നത്. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. നീ ഒരു വാക്ക് മിണ്ടിയോ? നീ അവളുടെ അമ്മയല്ലേ? നീ ഒരു വാക്ക് മിണ്ടിയോ? ഇറങ്ങി താഴോട്ടൊന്ന് പറയണായിരുന്നു. എന്നാ ചാട്ടവും മാസിലായിരുന്നു. മര്യാദക്കുള്ള ഡാൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് അതാണോ പേക്കൂത്ത്? അല്ലാണ്ട് എന്തായിരുന്നു? ഞാൻ അന്നേ പറഞ്ഞത്. പിന്നെ അമ്മായി പറയുന്നതൊന്നും ആർക്കും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. എന്നിട്ടിപ്പോ ചെറുക്കനെ എന്തോ കണ്ടിട്ട് ഇഷ്ടപ്പെടാത്തൊന്നും അല്ല. ഇതെന്തോ എന്തോ പറഞ്ഞു കൊടുത്തു പെണ്ണിനെ കുറിച്ച്. അത് തന്നെ കാരണം. അത് ഇവിടെ വസ്ത്രം എന്നതാ പുറത്തോട്ട് ഇറങ്ങുമ്പോ. അയ്യോ, എനിക്ക് തീരെ ഇഷ്ടമില്ല പെൺപിള്ളേർ ഇങ്ങനെ. ഇവിടെ ഇനി എങ്ങനെയാടി കൊച്ചാ ആ വസ്ത്രത്തിനകത്തോട്ട് കയറി പറ്റുന്നത്? കുഴല് പോലത്തെ ചുരിദാറും തയ്പ്പിച്ച് വെച്ചിട്ട് ഒരു മെനക്കൊക്കെ നീ നടക്കുമോ നീ? അത് കുറെ കുറെ ചട്ടിത്തലയന്മാര് കൂട്ടുകാരും. പിന്നെ എങ്ങനെയാ ഒരു കല്യാണമൊക്കെ നടക്കുന്നത്? ഇപ്പൊ മനസ്സിലായോ? ഇതേ അമ്മായി ഇപ്പൊ ഇറങ്ങിക്കോണേ ഇവിടുന്ന്. എന്റെ വായിലിരിക്കുന്നത് വരെ കേട്ടാലുണ്ടല്ലോ, പ്രായം പറഞ്ഞ് ഞാൻ വരെ പറഞ്ഞു പോകും. ഇറങ്ങിപ്പോക്കോ ഇവിടുന്ന്. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ സമാധാനം തെറ്റിയിരിക്കുക. എടി മോളെ, അല്ലേ ഇതെന്തൊരു പാട്. ചെറുക്കൻ ഇഷ്ടപ്പെട്ടില്ലെന്നും പറഞ്ഞിട്ട് പെണ്ണിന് എന്താ ഭ്രാന്തായോ? കയ്യിലിപ്പോ മോശമായിട്ട് നിന്നെ കേട്ടാലേ കളക്ടർ വരും. നോക്കിയിരുന്നോ? കളക്ടർ വരും. ഞാൻ പോയേക്കുവാ. ബന്ധുക്കളുടെ അടുത്തൊക്കെ ഞാൻ അറിയിച്ചേക്കാം. ഫാമിലി ഗ്രൂപ്പ് ഒക്കെ ഉണ്ടല്ലോ. നിങ്ങൾ പോയങ്ങ് പറ. തള്ളക്ക് സമാധാനായി. എനിക്ക് വയ്യ. ഏത് നേരത്താണോ എന്റെ ദൈവമേ. ഹലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓ ആയിക്കോട്ടെ. ദൈവമേ, അയ്യോ എന്റെ ദൈവമേ, അയ്യോ അമ്മയ്ക്ക് എന്താ പറ്റിയേ? അയ്യോ അമ്മേ, വെള്ളം വല്ലതും വേണോ? അമ്മേ എന്താ പറ്റിയേ? ഒന്നുമില്ലടി മോളെ, ഒന്നുമില്ല. വെള്ളം വല്ലതും വേണോ? വെള്ളമൊന്നും വേണ്ട, വെള്ളം വേണ്ട. എടി, നിന്റെ കോളേജിലെ കളക്ടർ വന്നായിരുന്നോ? വന്നായിരുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നല്ലോ. നീയേ പുള്ളിക്കാരൻ വരുന്ന സമയത്ത് അവിടെ നടന്ന എന്തെങ്കിലും ചർച്ചയോ ഡിബേറ്റോ അതിനകത്തൊക്കെ എന്തിനകത്തേലും പങ്കെടുത്തായിരുന്നോ? പിന്നെ ഞാനായിരുന്നല്ലോ ബെസ്റ്റ് പെർഫോമർ. സ്ത്രീകളും കുട്ടികളും അനുഭവിക്കുന്ന പ്രശ്നത്തെക്കുറിച്ചും നമ്മുടെ നാടിന്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചൊക്കെ ഞാൻ നല്ല ഘോരമായിട്ടാണ് സംസാരിച്ചത്. കളക്ടറൊക്കെ എന്താ എഴുന്നേറ്റ് വന്നിട്ട് കൈയടിക്കുമായിരുന്നു. എന്താ പ്രശ്നം? ഞാനതിനകത്ത് ആരെയൊക്കെയോ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നേ. അറസ്റ്റ് വല്ലതും? അറസ്റ്റൊന്നുമില്ല. അവിടെ നിന്ന് നിനക്ക് ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്. ആർക്ക്?
കളക്ടർക്ക് നിന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന്. നിന്റെ അഭിപ്രായം ചോദിക്കാൻ പറഞ്ഞു. നിനക്ക് താല്പര്യമുണ്ടോ? ആ, സബാഷ്. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഏ ഉം, അമ്മ ഒരു കാര്യം ചെയ്യേ, അമ്മായിനെ വിളിച്ചു പറ, എനിക്ക് കളക്ടറുടെ ആലോചന വന്നിട്ടുണ്ട്, ഞാൻ ആലോചിച്ചോണ്ടിരിക്കുവെന്ന് പറ. ആലോചിച്ചിട്ട് പറയാം. ആ ഹലോ